Hi, good morning, everybody. Good morning, teacher. How are you? Good morning. Did you have your breakfast? I'm fine. What about you? Same. Fine, fine. Did you have your breakfast? Yes. Yes. Okay. Teacher. And take your textbook. അക്ഷരദീപം. മിസ് അക്ഷരദീപം. അക്ഷരദീപം എടുക്കാം കേട്ടോ. ക്ലാസ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് രണ്ടാമത്തെ പീരീഡ് ഇല്ലേ, രണ്ടാമത്തെ പീരീഡ് നമുക്ക് അക്ഷരദീപം പറയാം എന്താ ചെയ്യേണ്ടതെന്ന്. ഡിറ്റേഷൻ ഉണ്ടാവും അടുത്ത പീരീഡ്. ഇനി ഈ പീരീഡ് പഠിക്കാത്തവർക്ക് ഒരു അവസരം കൂടി തരാം. അടുത്ത പീരീഡ് ഡിറ്റേഷനും അക്ഷരദീപത്തിൽ എഴുതാനുള്ളതും. നമ്മൾ എവിടം വരെ പഠിച്ചു? ആക്കി മാത്ര അല്ലെ? ആയിന്റെ ചിഹ്നം ചേർത്തുള്ള കുറെ വാക്കുകൾ പരിചയപ്പെട്ടു അല്ലെ? അക്ഷരങ്ങള് ആയിന്റെ ചിഹ്നം ചേർത്തെഴുതി. എന്തൊക്കെയായിരുന്നു? Can you hear me? Yes. Okay. Listen. പാട് പാഞ്ച് ആക്കി മാത്ര ആയിന്റെ ചിഹ്നം അല്ലെ? ബ്രാക്കറ്റിൽ കണ്ടോ ആയിന്റെ ചിഹ്നം ഇട്ടത് കണ്ടോ? അതെ. നോക്കിയേ ഫസ്റ്റ് വൺ കാ ഖ ഗ ഖ. നെക്സ്റ്റ് ച ച ജ ഛ. എല്ലാത്തിനും എല്ലാ വ്യഞ്ജനാക്ഷരത്തിനും ആയിന്റെ ചിഹ്നം ചേർത്തിട്ടാണ് ആ ബോക്സിനകത്ത് എഴുതിയിട്ടുള്ളത്. ഇത് ഹോംവർക്ക് ചെയ്തിട്ട് ഗ്രൂപ്പിൽ ഇടാൻ പറഞ്ഞിരുന്നു അല്ലെ? കഴിഞ്ഞ ദിവസം ഹോംവർക്ക് ചെയ്യാത്തവരുടെ കുറെ പേരുണ്ട്. ആരൊക്കെയാ അത്? ഒന്ന് കൈ ഉയർത്താമോ ഹോംവർക്ക് ചെയ്യാത്തവര്? അവർക്കൊരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് ഇപ്പൊ തന്നെ. ഇവർക്കെന്താ അന്തം വിട്ട് നോക്കുന്നേ? ഹോംവർക്ക് ചെയ്തോടാ നീ? കുറെ പേരുണ്ടല്ലോ ഹോംവർക്ക് ചെയ്യാത്തവര്. ഹോംവർക്ക് ചെയ്യാത്തവരുടെ പേര് നമ്മളിവിടെ എഴുതി വെക്കുന്നുണ്ട്. എന്നിട്ട് അടുത്ത ദിവസം ഗ്രൂപ്പിൽ അത് വിളിച്ചു പറയും. അപ്പൊ നിങ്ങൾക്ക് നാണക്കേടാവും. നോക്കട്ടെ. അടുത്ത ആഴ്ച നമ്മൾ വീട്ടിൽ വരുന്നുണ്ടെന്നല്ലേ പറഞ്ഞേ? ടീച്ചേഴ്സ് വരും. എന്നിട്ട് നോക്കും ഹോംവർക്ക് ഒക്കെ ചെയ്യുന്നുണ്ടോ. ഇനിയും ചെയ്യാൻ തുടങ്ങാത്തവര് ഈ ക്ലാസ് മുതൽ ചെയ്യണം കേട്ടോ. ഇത് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തത് ചിത്ര ദേഖോ ഔർ പഠോ. ആ ചിത്രം നോക്കിയിട്ട് പഠിക്കാനാ പറയുന്നത്, വായിക്കാനാ പറയുന്നത് അല്ലേ? എന്താ ഫസ്റ്റ്? ആം, ചാത്ത, നാക്ക്, ഹാത്ത്, താല, മാഥ, കാൻ. കുറെ പേരുണ്ടല്ലോ. ഞാൻ ഇത് എങ്ങനെ എഴുതാൻ പറഞ്ഞത്? എല്ലാം 5 times എഴുതി പഠിക്കാനല്ലേ പറഞ്ഞത്? അതെ. എന്നിട്ട് കുറെ പേര് ചവറ് പോലെ വലിച്ചു വാരി ഒന്നും പറയണ്ട ബുക്കൊക്കെ വൃത്തികേടാക്കിയിട്ട് പോസ്റ്റ് ചെയ്തവരുണ്ട്. അപ്പൊ ഞാൻ അതിന് എന്താ മറുപടി ഇട്ടത്? ഞാൻ ഒരു കരയുന്ന പിക്ചറാ ഇട്ടത് അല്ലെ? ഇനി ഇവര് വഴക്ക് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, എഴുതാൻ പറഞ്ഞാലും നേരെ എഴുതുമില്ല ഇവര്. മിസ് അവിടെ ഇരുന്ന് കരഞ്ഞു, ഒന്നും പറഞ്ഞ അനുസരിക്കുന്നില്ല എന്നും പറഞ്ഞിട്ട്. ഇനി അങ്ങനെ ആവരുത് കേട്ടോ. എന്നെ കരയിപ്പിക്കല്ലേ. നന്നായിട്ട് എഴുതണം. ഓക്കെ. ആം എന്ന് പറഞ്ഞ എന്താ? ആം മാംഗോ, ഹാത്ത് ഹാൻഡ്, താല ലോക്ക്, ചാത്ത അംബ്രല, മാഥ ഫോർഹെഡ്, നാക്ക് നോസ്, കാൻ ഇയർ. നമ്മള് ആയിന്റെ ചിഹ്നം ചേർത്തുള്ള അക്ഷരങ്ങൾ ഫസ്റ്റ് വൺ പഠിച്ചു. രണ്ടാമത് ആയിന്റെ ചിഹ്നം ചേർത്തിട്ടുള്ള ശബ്ദ വേർഡ്സ് അല്ലെ? വാക്കുകൾ പഠിച്ചു. അതിന്റെ ഇംഗ്ലീഷ് വേർഡ് കൂടി പഠിച്ചു. Take your next page. All of you take your next page. Page number 80. Listen. ശ്രദ്ധിച്ചേ. ആക്കി മാത്ര കണ്ടോ? ബ്രാക്കറ്റിൽ കണ്ടോ? ആയിന്റെ ചിഹ്നം കണ്ടോ? All of you say.
ആക്കി മാത്ര. ആയിന്റെ ചിഹ്നം ബ്രാക്കറ്റിൽ കണ്ടോ? ആയിന്റെ ചിഹ്നം കൊടുത്തുണ്ടോ? ഇപ്പൊ തന്നെ കണ്ടു പഠിക്കണത് ആയിന്റെ ചിഹ്നം എങ്ങനെയാന്ന് കണ്ടില്ലേ? അതെ, കൈവിരല് കൊണ്ട് തൊട്ട് വായിക്കണം, ഇങ്ങനെ തൊട്ട് വായിക്കണം. ആക്കി മാത്ര. നമ്മള് ഫസ്റ്റ് സ്റ്റാൻഡേർഡിന്ന് സെക്കൻഡിലോട്ട് വന്നല്ലേ? പെട്ടെന്ന് വന്നപ്പോ നമുക്ക് വാക്കുകൾ കാണുമ്പോൾ പേടിയായി പോയി അല്ലേ? സാരമില്ല, നമുക്ക് വാക്കുകളും അതിന്റെ ചിഹ്നങ്ങളും ചേർത്തിട്ട് എങ്ങനെയാ വായിക്കുന്നതെന്ന് പഠിക്കാനാണ് ഈ ലെസൺ. ആക്കി മാത്ര. സേ ഫസ്റ്റ് വൺ എന്താ? ആം. ആംന്ന് എങ്ങനെ എഴുതും? എങ്ങനെ ആംന്ന് എഴുതുന്നാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഏതൊക്കെ അക്ഷരങ്ങളും ചിഹ്നങ്ങളും വരുമ്പോഴാണ് ആം എന്നാവുന്നത്, അതാണ് അവിടെ ആ ബോക്സിൽ കാണുന്നത്. ശ്രദ്ധിച്ചേ. ആം. ആം എന്ന് എഴുതിയിട്ട് ഒരു ഹൈഫൺ ഇട്ടിട്ടുണ്ട് അല്ലേ? എന്നിട്ട് എന്താ കൊടുത്തിരിക്കുന്നത്? ആ പ്ലസ് ആക്കി മാത്ര പ്ലസ് മ. എന്നിപ്പോ ആമാന്നല്ലേ വരേണ്ടത് അവിടെ? മാന്നല്ലേ കൊടുക്കുന്നേ? ഇതെന്താ നമ്മൾ ആംന്ന് വായിക്കുന്നേ? ഇറക്കി വായിക്കുവാണ്. ആ പ്ലസ് ആക്കി മാത്ര പ്ലസ് മ. കൂട്ടി വായിക്കുമ്പോ എങ്ങനെ വെക്കുന്നേ? ആമ. ആണോ? അല്ല, ഇങ്ങനെ വരുമ്പോ ആം എന്നാണ് വായിക്കുന്നത് നമ്മള്. ആം. ആമാന്ന് വായിക്കണമെങ്കിൽ മാ എഴുതിയിട്ട് ആയിന്റെ ചിഹ്നം കൂടെ വരണം, എങ്കിലേ മാന്ന് വായിക്കുള്ളൂ. ഇവിടെ വാക്കുകൾ വരുമ്പോ ആം എങ്ങനെയാ വായിക്കുക? ആം. നെക്സ്റ്റ് വൺ നോക്കിയേ. താല. താല. താല മീൻസ് ലോക്ക് അല്ലേ? താലാന്ന് എങ്ങനെ എഴുതും? ഡിറ്റേഷൻ ഇടുവാണ് മിസ്. താല. എങ്ങനെയൊക്കെ ഏതൊക്കെ അക്ഷരവും ചിഹ്നം വരുമ്പോഴാണ് താലാന്ന് വരുന്നത്, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. താലാന്ന് ഡിറ്റേഷന് വാക്ക് തരുമ്പോ താല എങ്ങനെ എഴുതും? മിസ്സേ, താ കഴിഞ്ഞിട്ട് ലാ എങ്ങനെ എഴുതും? ഇങ്ങനെയല്ലേ നിങ്ങൾ ചോദിക്കുന്നേ? അതെ, അതപ്പോ നമുക്ക് ഈ ടെക്സ്റ്റ് ബുക്കിൽ കാണുന്ന ഇത് ശ്രദ്ധിച്ചു നോക്കണം. നമ്മളെ കണ്ണിലോട്ട് അത് പകർത്തിയെടുക്കണം. എങ്ങനെയാ താലാന്ന് എഴുതിയിരിക്കുന്ന നോക്കിയേ. താന്ന് എഴുതണമെങ്കിൽ എന്തൊക്കെ വേണം? തായുള്ള അക്ഷരം വേണം, അത് കഴിഞ്ഞിട്ട് ആയിന്റെ ചിഹ്നം വേണം. താ പ്ലസ് ആക്കി മാത്ര പ്ലസ് ല പ്ലസ് ആക്കി മാത്ര. താല. നെക്സ്റ്റ് ചാത്ത. എങ്ങനെയാ അത് വായിക്കുന്നേ? ഏതൊക്കെ അക്ഷരങ്ങളും ചിഹ്നങ്ങളും വരുമ്പോഴാണ് ചാത്ത വരുന്നത്? ച പ്ലസ് ആക്കി മാത്ര പ്ലസ് ത പ്ലസ് ആക്കി മാത്ര. ചാത്ത. ഇങ്ങനെ തന്നെ വായിച്ചു പഠിക്കണം, എന്നാലേ നമുക്ക് എഴുതുമ്പോ പെട്ടെന്ന് എഴുതാൻ പറ്റുള്ളൂ. ചാത്ത എന്ന് പറയുമ്പം ഏതൊക്കെ അക്ഷരങ്ങൾ വരും, ഏതൊക്കെ ചിഹ്നങ്ങൾ വരുന്നത്. നെക്സ്റ്റ് ഖാന. ഒന്ന് പറഞ്ഞുതരാവോ അത്? ആരോ ഒന്ന് പറഞ്ഞു തരുവാ എങ്ങനെയാ അത് വായിക്കുവാന്ന്, ആ ടെക്സ്റ്റ് ബുക്കിലുള്ളത്? ഖാന. ഷിഫാന വായിക്കുന്നുണ്ടെന്നാ പറഞ്ഞേ. വായിച്ചോ, പ്ലീസ് അൺമ്യൂട്ട്. നല്ല കാര്യം. ഞാൻ ഇത്ര നേരം വായിക്കുമ്പോ എവിടെ ശ്രദ്ധിച്ചിരിക്കുവായിരുന്നു? നല്ല അടി ഞാൻ തരുന്നുണ്ട്, അവിടെ ശ്രദ്ധിച്ചിരുന്നോ? എന്റെ അവസരം പോയി. ഏതായിരുന്നു മിസ് ഇപ്പൊ വായിച്ചത്? അറിയായിരുന്നു, എന്നിട്ട് വെറുതെ പറഞ്ഞതാ അല്ലെ? ഖാന. എങ്ങനെ അത് വായിക്കും? ഖാന എങ്ങനെ എഴുതണമെങ്കിൽ നമ്മളത് എങ്ങനെ വായിച്ചു പഠിച്ചാലാണ് എഴുതാൻ പറ്റുക? ഗുഡ്, വെരി ഗുഡ്. എല്ലാവരും കേട്ടില്ലേ? ജസ്റ്റ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ ഒന്ന് മിസ് ചെക്ക് ചെയ്താണ്. കണ്ടില്ലേ? ഇങ്ങനെയാണ് അത് വായിക്കേണ്ടത്. ഇങ്ങനെയാണത് വായിക്കേണ്ടത്. പ്ലീസ് ഡൗൺ.
നെക്സ്റ്റ് ചാച്ച. ച പ്ലസ് ആക്കി മാത്ര പ്ലസ് ച പ്ലസ് ആക്കി മാത്ര. ഇങ്ങനെയാണ് ചാച്ച എന്ന് വരുന്നത്. അവിടെ സൈഡിൽ എഴുതിക്കുന്നത് ഡേറ്റ് ഇട്ടേ. ലെഫ്റ്റ് സൈഡിൽ ഡേറ്റ് ഇടുക. എത്ര ഡേറ്റ്? 19/8/2020. ഇത് എവിടെ? ഇത് നോട്ട്ബുക്കിലോട്ട് പകർത്തി എഴുതണം. ആക്കി മാത്രാന്ന് എഴുതുക. ബ്രാക്കറ്റിൽ അതിന്റെ ചിഹ്നം കൊടുക്കുക, അണ്ടർലൈൻ ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ഒരു ബോക്സ് ആക്കുക. എന്നിട്ട് ഈ അപ്പൂപ്പന്റെ ചിത്രമൊന്നും വേണമെന്നില്ല. ഈ ബോക്സിലുള്ള ഈ ചിഹ്നങ്ങളും ഈ അക്ഷരങ്ങളും ആ വാക്കുകളും ബോക്സിലാക്കിയിട്ട് നിങ്ങൾ എഴുതണം നോട്ട്ബുക്കില്. ഈ കണ്ട വാക്ക് കണ്ടോ? ആം എന്നുള്ള വാക്ക് ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ആം എന്ന് പറഞ്ഞ എന്താ? റൈറ്റ് സൈഡില് മാംഗോ കണ്ടോ നിങ്ങള്? താല ലോക്ക്. ചാത്ത എന്ന് പറഞ്ഞ എന്താ? അംബ്രല്ല. ഖാന ഫുഡ്. ചാച്ച എന്ന് പറഞ്ഞ ആരാ? ഗ്രാൻഡ് ഫാദർ, മുത്തച്ഛൻ. നെക്സ്റ്റ് ഇത് നോട്ട്ബുക്കിലോട്ട് എഴുതണം. സൈഡിൽ എഴുതിക്കോ. നോട്ട്ബുക്ക്. റൈറ്റ് ഇൻ യുവർ നോട്ട്ബുക്ക്. ഇത് ഈ ബോക്സിലുള്ളത് പോലെ തന്നെ എഴുതണം കേട്ടോ. നെക്സ്റ്റ് किसी भी अक्षर पर आकी मात्रा लगने से उसका उच्चारण हो जाता है. എന്താണ് പറയുന്നത്? ഇവിടെ കുറെ വാക്കുകൾ കൊടുത്തിട്ടുണ്ടല്ലേ? അതിന്റെ പ്രൊനൗൺസിയേഷൻ നമ്മൾ എങ്ങനെയാ അത് ഉച്ചരിക്കുന്നതെന്നാണ് പറയുന്നത്. ഇവിടെ ആ ഉച്ചാരണം എങ്ങനെയാന്ന് മനസ്സിലാക്കുവാണ് ഇവിടെ. ഏത് അക്ഷരത്തിനും ആയിന്റെ ചിഹ്നം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ വായിക്കാന്നാണ് ഇവിടെ പരിചയപ്പെടുന്നത് നമ്മള്. താഴെ ശ്രദ്ധിച്ചോ. എക്സാമ്പിൾ കൊടുത്ത എന്താ? ഞാനാ എന്ന് പറഞ്ഞാരാ? മദേഴ്സ് ഫാദർ. വേണം നിങ്ങൾക്ക് അവിടെ ഇംഗ്ലീഷിൽ എഴുതാം. കഴിഞ്ഞ വർഷം പഠിച്ചതല്ലേ നമ്മള്? സോറി, സെക്കൻഡിലായിരുന്നു പഠിച്ചത്. നിങ്ങൾ കഴിഞ്ഞ വർഷം ഫസ്റ്റിലായിരുന്നു അല്ലേ? ഞാനാ എങ്ങനെയാ വായിക്കും അത്? നിങ്ങൾ ഇതിപ്പം ജസ്റ്റ് ഒന്ന് വായിക്കാൻ പഠിക്കുക വേണ്ടത്. ആയിന്റെ ചിഹ്നം വരുമ്പം ഈ വാക്ക് എങ്ങനെ വായിക്കാന്നാണ് ഇവിടെ പഠിക്കുന്നത് നമ്മള്. ഞാന്ന് അവിടെ കൊടുത്തിരിക്കുന്നത് അല്ലെ? ഞാ എഴുതി ആയിന്റെ ചിഹ്നം കൊടുത്തു. ഞാ എഴുതി വീണ്ടും ആയിന്റെ ചിഹ്നം. എന്നപ്പോ ഞാനാ. ലൗഡ്ലി ഞാനാ. താഴോട്ട് വായിക്കാം നമുക്ക്. അടുത്ത അക്ഷരം നോക്കിക്കോ. രാജ. നെക്സ്റ്റ് മാമ. ഖാന. നെക്സ്റ്റ് ഗാന. ബാജ. ചാച്ച. പാന. നെക്സ്റ്റ് ദാന. ആജ. കാല. ജാന. ഇങ്ങനെയാണ് വായിക്കുന്നത്. സ്പീഡിൽ വായിച്ചു തരട്ടെ? അവിടുന്ന് നിങ്ങളും കൂടെ വായിക്കണം. ഞാന, രാജ, മാമ, ഖാന, ഗാന, ബാജ, ചാച്ച, പാന, ദാന, ആജ, കാല, ജാന.
നന്നായിട്ട് വായിച്ചു പഠിക്കുക. ഇവിടെ സൈഡിൽ എഴുതിക്കോ, റീഡ് 5 times. എഴുതിയില്ലേ? ഈ വാക്കുകളൊക്കെ ഒന്ന് നോട്ട്ബുക്കിലോട്ട് പകർത്തി എഴുതുകയും വേണം. എങ്ങനെ എഴുതണ്ടെന്നറിയോ? ഇപ്പൊ പറഞ്ഞുതരാം. ഞാൻ പറയുന്ന പോലെ എഴുതില്ലേ കണ്ടോ, നിങ്ങൾക്ക് ഞാൻ മാർക്ക് തരില്ല കേട്ടോ. ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്ത് ഞാൻ വിളിച്ച് അന്നപ്പോ വഴക്ക് പറയും നിങ്ങളെ. പറയുന്നത് ശ്രദ്ധിക്കുക, പറയുന്നത് എങ്ങനെ എഴുതാൻ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ അതുപോലെ എഴുതണം നോട്ട്ബുക്കിലോട്ട്. എങ്ങനെ എഴുതാം? കോളം വരയ്ക്ക, എത്രയാ? 2 ലൈൻ വരയ്ക്ക. എന്നിട്ട് നാന, രാജ, മാമ, ഖാന. എന്നിട്ട് ഇംഗ്ലീഷ് വേണ്ട, ഹിന്ദി മാത്രം. താഴോട്ട് എഴുതുക, ഫോർവേഡ്സ്. അതുപോലെ ഫോർവേഡ്സ് എഴുതുക, ഫോർവേഡ്സ്. അങ്ങനെ 3 ലൈനായിട്ട്, 3 ലൈൻ അല്ല, ഇങ്ങനെ താഴോട്ട് 4 വേർഡ്സ് എഴുതുക, അവിടെ ലൈൻ വരയ്ക്കുക, പിന്നെ 4 വേർഡ്സ് എഴുതുക, ലൈൻ വരയ്ക്കുക, 4 വേർഡ്സ് എഴുതുക. അങ്ങനെ ഒരു ബോക്സ് പോലെ ആവണത്. ഇപ്പം നോട്ട്ബുക്കിൽ എഴുതാൻ ഇപ്പൊ 2 കാര്യങ്ങൾ പറഞ്ഞു. ഫസ്റ്റ് ആക്കി മാത്രം, അത് അതിന്റെ മുകളിൽ ഒരു ബോക്സ് പോലെ ആയി അല്ലെ. അതിന്റെ താഴെ ഒരു ലൈൻ വിട്ടിട്ട് ഇത് എഴുതുക. ആർ യു റെഡി? യെസ്, ഗുഡ്. നെക്സ്റ്റ് പഠന അഭ്യാസ്. എന്താ? ഇത് വായിക്കാനുള്ള ഒരു എക്സസൈസാ. ഓൾ സ്റ്റാൻഡ് അപ്പ്, ഓൾ സ്റ്റാൻഡ് അപ്പ്. മിൻഹാജ് സോഫയിലാണ് അവന്. അവനോട് ഞാനിപ്പോ ജമ്പ് ചെയ്യാൻ പറഞ്ഞ അവൻ സോഫയിൽ നിന്ന് താഴെ ചാടില്ലേ, അവനോട് ജമ്പ് ചെയ്യാൻ പറയുന്നില്ല. Sit down. Stand up. ഇത് എന്ത് ഈ മിസ് കളിക്കുന്നല്ലേ, ഒന്ന് ഇരിക്കാനും വിടില്ല. Hands up. Hands down. Sit down. ഉഷാറായി അല്ലേ? നെക്സ്റ്റ് നോക്കിയേ, പഠൻ അഭ്യാസ് അല്ലേ. വീണ്ടും അത് ആയിന്റെ ചിഹ്നം ചേർത്തിട്ടുള്ള വാക്കുകൾ വന്നു. ഇവിടെ നോക്കിക്കേ, ഞാ കാന്ന കൊടുത്തിരിക്കുന്നത് അല്ലെ. എങ്ങനെ വായിക്കും? ഞാക്ക ആണോ? ഞാക്ക എന്നാണോ അത് വായിക്കുന്നത്? നോ. നിങ്ങൾക്ക് മനസ്സിലായി എങ്ങനെയാ വായിക്ക? ഞാക്ക എന്ന് വരണമെങ്കിൽ കാ എഴുതിയിട്ട് ആയിന്റെ ചിഹ്നം വേണം. ഇവിടെ ഇല്ല അല്ലെ. അപ്പൊ ഞാക്ക് എങ്ങനെയാ വായിക്കുക? ഞാക്ക്. അപ്പൊ ആ ചിഹ്നം മാറുമ്പോ അതിന്റെ വ്യത്യാസം എങ്ങനെയാന്ന് ഇവിടെ കാണിക്കുന്നത്. ഞാക്ക്. നെക്സ്റ്റ് കാൻ, കാൻ. നെക്സ്റ്റ് പാൻ. നെക്സ്റ്റ് രാത്ത്. നെക്സ്റ്റ് ബാത്ത്. കണ്ടോ? ഇപ്പൊ ചിഹ്നങ്ങൾ മാറുമ്പോ ചിഹ്നങ്ങൾ ഇടുമ്പോ ഉള്ള വ്യത്യാസം കണ്ടോ? അതാണ്. ഒന്നുകൂടെ വായിച്ചു തരാം. നന്നായിട്ട് വായിച്ചു പഠിക്കണം കേട്ടോ. ഇത് എഴുതൊന്നും വേണ്ട, വായിച്ചാ മതി. നാക്ക്, all of you say, കാൻ, പാൻ, രാത്ത്, ബാത്ത്. ശ്രദ്ധിക്കണം, അക്ഷരങ്ങളും ചിഹ്നങ്ങളും ശ്രദ്ധിക്കാം. ഓക്കെ. നെക്സ്റ്റ് പടോ. എന്താ പടോ എന്ന് പറഞ്ഞാല്? പഠിക്കുവിൻ അല്ലെങ്കിൽ വായിക്കുവിൻ അല്ലേ. വായിക്കൂ. ശ്രദ്ധിച്ചേ, സരള. കണ്ടോ? നമ്മള് അക്ഷരങ്ങൾ പഠിച്ചു, ചിഹ്നങ്ങൾ ചേർത്തുള്ള അക്ഷരങ്ങൾ പഠിച്ചു, പിന്നെ കുഞ്ഞു കുഞ്ഞു വാക്കുകൾ പഠിച്ചു അല്ലേ. ഇവിടെ കണ്ടോ? കുറച്ച് ഒരു സെന്റൻസ് പോലെ വരാൻ തുടങ്ങി, ചെറുതായിട്ടല്ലേ. സരള. നിങ്ങൾ എങ്ങനെയാ ഇത് വായിക്കുക? ഒന്നിച്ച് നമുക്കിത് കാണുമ്പോ സരള എന്ന് നിങ്ങൾക്ക് അറിയില്ല അല്ലെ. മിസ്സിന് അറിയുന്നതുകൊണ്ട് വായിക്കും. എങ്ങനെ ഇത് വായിക്കുക? ആദ്യത്തെ അക്ഷരം നോക്കുക. ഏതാ ആദ്യത്തെ അക്ഷരം? സ. രണ്ടാമത്തെ അക്ഷരം ര. മൂന്നാമത്തെ അക്ഷരം
ലാ അല്ലേ? എങ്ങനെ കൂട്ടി വായിക്ക? സരള. അമ്മയുടെ പേരാണോ സരളാന്ന്? ആരുടെങ്കിലും അമ്മയുടെ പേരുണ്ടോ ഇവിടെ? സരള എന്നുള്ള പേരുള്ള അമ്മയുണ്ടോ നമ്മുടെ ക്ലാസ്സില്? ഇല്ല അല്ലെ? അപ്പുറത്തെ വീട്ടിലുണ്ടാവും. സരള. അടുത്ത അക്ഷരം എന്താ? ആ. എന്താ? ആ. സരള ആ. സരള വരൂ എന്നാ പറയുന്നത്. സരള ആ. സരളയോട് വരാനാ പറഞ്ഞു. സരള വരൂ. എവിടെ എങ്ങനെയാ? ഷിഫാന ഫാത്തിമ ആ. മിൻഹാജ് ആ. അങ്ങനെയാ പറയുന്നത് നമ്മള്. പ്ലീസ് കം എന്നൊക്കെ പറയുന്നില്ലേ? കമോൺ എന്നൊക്കെ പറയുന്നില്ലേ? അതുപോലെ സരള ആ. സരള വരൂ. ഖർ ആ. അതിന്റെ താഴെ കണ്ടോ നിങ്ങള്? സരള ആന്ന് എഴുതിയിട്ട് അതിന്റെ താഴെ കണ്ടോ ഒരു വര കണ്ടോ? എന്താ അത്? വരയല്ല, അത് എന്താ? ആക്കി മാത്രയാണ്. അതിന്റെ ചിഹ്നം അവിടെ കാണിക്കുന്നത്. സരള ലാന്ന് വരുമ്പോ അതിന്റെ ചിഹ്നം കൊടുത്തു. ആന്ന് എഴുതുമ്പോ അതിന്റെ ചിഹ്നം വന്നു. അതാണ് സരള ആ. അവിടെ അതിന്റെ ചിഹ്നം എവിടെയാ വന്നിരിക്കുന്നതെന്ന് നമുക്ക് കാണിച്ചു തരുന്നത്. നെക്സ്റ്റ് ഖർ ആ. ഖർ എന്ന് പറഞ്ഞ എന്താ? ഹൗസ്. ഖർ ആ. വീട്ടില് വരുന്ന്. ബാജ ലാ. എന്താ ബാജ എന്ന് പറഞ്ഞാല്? ഓർഗൺ. ഓർഗൺ. ലാ എന്ന് പറഞ്ഞാൽ കൊണ്ടുവരിക. ലാന കൊണ്ടുവരിക എന്നാ പറഞ്ഞത്. ലാ. ബാജ ലാ. ബാജ കൊണ്ടുവരൂ. ഓർഗൺ. ഓർഗൺ ഇല്ലേ നമ്മള് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്, അതാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാല് ഇവിടെ ചിഹ്നങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അതിന്റെ താഴെ തന്നെ ആക്കി മാത്രം കൊടുത്തിട്ടുണ്ട്. ആ ചിഹ്നങ്ങൾ എവിടെ വന്നു, അവിടെ വന്നപ്പോ അത് എങ്ങനെ വായിക്കാന്നാണ് ഈ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത്. നെക്സ്റ്റ് ഗാന ഗാ. എന്താ ഗാന എന്ന് പറഞ്ഞാല്? സോങ്, പാട്ട് അല്ലെ? പാട്ട് പാടൂ എന്നാ പറഞ്ഞത്. ഗാന ഗാ. പാട്ട് പാടൂ. ബാജാർ ജാ. ബാജാർ എന്ന് പറഞ്ഞ എന്താ? ജായുടെ ഇടയിൽ ഒരു ഡോട്ട് കണ്ടോ നിങ്ങള്? എന്താ വായിക്കാന്നറിയോ? അത് എന്ന് വായിക്കും. ബാസാർ എന്നാ വായിക്കുന്നത്. ബാസാർ സായല്ല, ബാസാർ. ബാസാർ ജാ. ബാജാറ് പോകൂ. ഇത് ടൗണില് ബാജാർ എന്ന് പറഞ്ഞ എന്താ? ടൗൺ. ബസാർ എന്നൊക്കെ പറഞ്ഞില്ലേ നമ്മള്? അതാണ്. സാമാൻ ലാ. സാമാൻ എന്ന് പറഞ്ഞ എന്താ? സാധനങ്ങൾ കൊണ്ടുവരൂ. ലാ. കഹ്നാമാൻ. കഹ്നാമാൻ എന്ന് പറഞ്ഞാൽ പറയുന്നത് അനുസരിക്കൂ എന്നാണ്. എന്നിട്ട് വായിച്ചരാം. ഒച്ചത്തിൽ വായിക്കണം. സരള ലാ. ഖർ ആ. ബാജ ലാ. ഗാന ഗാ. ബാജാർ ജാ. സാമാൻ ലാ. കഹ്നാമാൻ. ഇങ്ങനെയാണ് വായിക്കുന്നത്. വായിക്കാൻ കിട്ടാത്തവരുണ്ടോ? മിസ് ഇനിയിപ്പോ എന്താ ചെയ്യുന്നത്? എല്ലാരെയും വിളിക്കാൻ ചിലപ്പോൾ ടീച്ചർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ചിലരെ വിളിച്ചു ചോദിച്ചു, ചിലരെ വിളിച്ച് കിട്ടിയില്ല, അവർക്ക് പറയാൻ അവസരം കൊടുത്തില്ല എന്നുള്ളൊരു വിഷമം ഇല്ലാതാക്കാൻ ഒട്ടും വായിക്കാൻ കിട്ടാത്തവര് എന്ത് ചെയ്യണം? മിസ്സിനെ ഒന്ന് കൈ ഉയർത്തണം. മിസ്സിനോട് പറയണം, മിസ് എനിക്ക് വായിക്കാൻ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ മിസ് അവരെ വിളിച്ച് ഒന്ന് വായിച്ചു കൊടുക്കുന്നതായിരിക്കും. ആർക്കെങ്കിലും ഇപ്പം വായിച്ച കാര്യങ്ങൾ വായിക്കാൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്താം നിങ്ങൾക്ക്. അതിനുള്ള സമയമാണ് ഇപ്പൊ. ഈ ഒരു പേജ് എടുത്തതില് നിങ്ങൾക്ക് എന്തെങ്കിലും വായിക്കാൻ കിട്ടായികയോ മനസ്സിലാവാത്തതയോ ഉണ്ടെങ്കിൽ പറയാ ഇപ്പൊ. ഡൊമിനിക്കിനെ മനസ്സിലാവായിക്കണ്ടോ? പ്ലീസ് അൺമ്യൂട്ട്. മനസ്സിലാകാത്തവര് മാത്രം മിസ് ഇപ്പൊ വായിപ്പിക്കുന്നുള്ളൂ കേട്ടോ. പറഞ്ഞോളൂ ഡൊമിനിക്. ഇപ്പൊ വായിപ്പിച്ചത് എനിക്ക് മനസ്സിലായില്ല. അത് എന്താ മനസ്സിലാവാത്ത? ഡൊമിനിക് എവിടെ നിന്ന് വായിച്ചോ? സരള ആ. സരള ആ. ഗർ ആ. ഗർ ആ.
എല്ലാവരും ശ്രദ്ധിച്ചേ. ഖർ ആ എന്ന് പറയുമ്പോ അവിടെ ഖർ എന്നുള്ളതിന് ആയിന്റെ ചിഹ്നം വന്നിട്ടുണ്ടോ? ഇല്ല. ആ എന്നുള്ള അക്ഷരത്തിന് മാത്രമേ ആയിന്റെ ചിഹ്നം ഉള്ളൂ. അതുകൊണ്ട് നോക്കിയാൽ അതിന് ആ ബുക്കിന്റെ താഴെ കണ്ടോ, ആക്കി മാത്രം കൊടുത്തത് കണ്ടോ അവിടെ? അവിടെ മാത്രമേ ആയിന്റെ ചിഹ്നം വന്നിട്ടുള്ളൂ എന്ന് അവിടെ കാണിക്കുന്നത്. നെക്സ്റ്റ് ബാജാല, ബാജാല, ഗാനഗ, ഗാനഗ, കാജാർജ, കദർജ. വായിക്കുന്ന ഡൊമിനിക്ക് ഏതാ അക്ഷരം? ബായല്ലേ? ബാജാർ ബാജ ജാ. ല ലാന്നാണ് വായിക്കുന്നത്. ഏതാ അക്ഷരം അവിടെ? എവിടെ നോക്കുന്നത്? ബാജാർ ജാ. ബാജ ജ. സാമാൻ ല. സമല. കഹിനാമാൻ. കേട്ടില്ല. കഹിനാമാൻ. കത്തിനമാൻ. കേട്ടില്ല എന്ന് പറയുമ്പോ മോൻ അവിടെ ശ്രദ്ധിക്കണം ഏതൊക്കെ അക്ഷരങ്ങൾ അവിടെ വന്നിരിക്കുന്നത്, എങ്ങനെ വായിക്കാതെ. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇന്ന് നന്നായിട്ട് വായിക്കണം. ഇത് നോട്ട് ബുക്കിലോട്ട് എഴുതണം. ഇതെങ്ങനെ എഴുതുക? താഴെ താഴെ. എന്തിനാന്നറിയോ അത് എഴുതാൻ പറഞ്ഞത്? നിങ്ങൾക്ക് ആ അക്ഷരങ്ങളെ ആയിരം ചിഹ്നം ചേട്ടുള്ള വാക്കുകൾ വന്നതൊക്കെ ഒന്ന് മനസ്സിലാവാനാണ് എഴുതാൻ പറഞ്ഞത്. കേട്ടോ? താഴെ 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 എഴുതിക്കോ. സരള ആ, ഖർ ല, ഖർ ആ, താഴെ താഴെ എഴുതുക. വേണമെങ്കിൽ ഒരു ലൈൻ ഇട്ടിട്ട് വേണമെങ്കിൽ അങ്ങനെ എഴുതാം, അല്ലെങ്കിൽ നോട്ട് ബുക്കിന് താഴോട്ട് താഴോട്ട് വേണമെങ്കിൽ എഴുതാം. നല്ല വൃത്തിയുണ്ട് അവിടെ നോട്ട് ബുക്കിൽ. ലൈൻ വരയ്ക്കുന്നെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട്. എങ്ങനെയാ കൈ കൊണ്ട് ഇങ്ങനെ വളഞ്ഞു കൊണ്ട് പാമ്പിനെ പോലെ ലൈൻ വെച്ച് വരച്ചാൽ എന്താ നിങ്ങൾക്ക്? അടുത്ത ദിവസം വീട്ടിൽ വന്നിട്ട് ബുക്ക് ചെക്ക് ചെയ്യുമ്പം പാമ്പിനെ പോലെ വളഞ്ഞും പൊളഞ്ഞിരിക്കുന്ന ലൈൻ ഒന്നും കാണാൻ പാടില്ല. നല്ല വൃത്തിയുണ്ട് അവിടെ നോട്ട് ബുക്ക്. എല്ലാരും കവർ ചെയ്തിട്ടാണ്. ഇതിലൊക്കെയാണ് മാർക്ക്. നിങ്ങളുടെ നീറ്റ്നെസ് നോക്കും. നിങ്ങളുടെ പഠന മുറികള്, ബുക്ക് വെച്ച സ്ഥലം, ഇതൊക്കെ ചെക്ക് ചെയ്യുന്നതായിരിക്കും നമ്മള്. അതുകൊണ്ട് എല്ലാം നല്ല നീറ്റ് ആയിരിക്കണം. ഹോംവർക്ക് ചെയ്തിട്ടുണ്ടാവണം. ബുക്ക് കംപ്ലീറ്റ് ആയിരിക്കണം. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സില്. ഇന്നിവിടെ വായിച്ചു തരണം. ഇനി മനസ്സിലാവാത്തവർ ആരെങ്കിലും ഉണ്ടോ? എങ്ങനെയാ? ഡൊമിനിക്കിന് മാത്രമേ ഡൗട്ട് വന്നിട്ടുള്ളൂ ഇപ്പൊ, അത് വായിക്കാൻ കിട്ടുന്നില്ല എന്നുള്ളത്. ഇനി ആർക്കും വായിക്കാൻ കിട്ടാത്തുണ്ടോ? എല്ലാവർക്കും അറിയാം. ഷിഫാന, ഫാത്തിമയ്ക്ക് പ്രശ്നമുണ്ടോ? വായിക്കാൻ അറിയില്ലേ? യെസ്, ഓക്കെ. എന്നാ അറ്റൻഡൻസ് എടുത്തോട്ടെ. ജുവൽ മരിയ, കൗശിക്, മാളവിക, അനീറ്റ, ആൻസൺ. ഒരു പ്രസന്റ് പറയാം നിങ്ങൾക്ക്. അനിഹ, ഫറ ഫാത്തിമ, അലൻ തോമസ്, ഹിബ ഫാത്തിമ, മുഹമ്മദ് ഷാൻ, മുഹമ്മദ് ഷഖ്സാദ് അല്ലേ അത് മോനെ? മുഹമ്മദ് ഷഖ്സാദ്, മുഹമ്മദ് ആന്നല്ലേ കാണുന്നുള്ളൂ. മുഹമ്മദിന്റെ പേരെന്തായിരുന്നു? ആബിസ് ആണോ? മുഹമ്മദ് ആബിസ് എന്നാണോ മോന്റെ പേര്? മുഹമ്മദ് ആബിസ് എന്നാണെങ്കിൽ ഒന്ന് കൈ പ്രസന്റ് പറയാവോ? അല്ല, മുഹമ്മദ് ആന്നേ കാണുന്നുള്ളൂ. ആ പെൻസില് വായിലിടുന്ന മോനൊന്ന് അൺമ്യൂട്ട് ചെയ്തേ. പെൻസില് വായിലിടുന്ന മോനൊന്ന് അൺമ്യൂട്ട് ചെയ്തേ. നീ തന്നെയാ? പ്ലീസ് അൺമ്യൂട്ട്. മോന്റെ പേര്
Don't bite your pencil. Did you have your breakfast? No. അതുകൊണ്ടാണോ പെൻസിൽ തിന്നുന്നേ? മുഹമ്മദ് അഫ്സൽ എന്നാണോ? ഓക്കെ. അഫ്ലഹ് ആയിരുന്നു. മോനെ അറിയാട്ടോ. പെൻസിൽ അടിക്കരുത് കേട്ടാ. അമന്ന രാജേഷ്, ഇഫ്ര ഫാത്തിമ, ഹന്ന ഹെവൻ, സോറി ഹന്ന ബൈഹാ ടൈമുള്ള, സോറി ഹന്ന, എറിക്, സയാൻ, മുഹമ്മദ് നാഫി, കുര്യൻ ജോസഫ്, ഡൊമിനിക്, ഷിഫാന, കസ മരിയ, മിൻഹാജ്, ആൻസൺ, ഹൈഫ മെഹറിൻ, കൗശികിനെ വിളിച്ചതല്ലേ, മുഹമ്മദ് ടി, അജിത് ജോസഫ്, മുഹമ്മദ് വി വി, ആൻ തെരേസ സാബു, എല്ലാരും ആയില്ലേ? ഇനി അറ്റൻഡൻസ് കിട്ടാത്തവരാരെങ്കിലും ഉണ്ടോ? അനക സുരേഷ്, എല്ലാരും ആയില്ലേ? എല്ലാരും വിളിച്ചില്ലേ? പേര് വിളിച്ചില്ലേ? ഓക്കെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മൾ ടൈം തീരാൻ പോവാണ്. നോട്ട്ബുക്കിൽ എഴുതേണ്ട കാര്യങ്ങള് മനസ്സിലായില്ലേ? ഏതൊക്കെയാ? ഫസ്റ്റ് മിൻഹാജിന് എന്താണ്? പ്ലീസ് അൺമ്യൂട്ട്. ഞാൻ അക്ഷരദീപത്തിൽ 7 പേജ് എഴുതി. 7 പേജാണോ എഴുതാൻ പറഞ്ഞത്? 6. എന്നിട്ട് എന്തിനാ 7 പേജ് എഴുതിയേ? അത് ഞാൻ അന്ന് 3 എന്ന് പറഞ്ഞിട്ടേ, അപ്പൊ 7 പേജാ ഉണ്ടായത്. മോനെ 7 പേജ് എഴുതുമ്പോ ബാക്കിയുള്ളവർ അടുത്ത് വഴക്കുണ്ടാക്കും. മിസ് 7 പേജ് എഴുതാൻ പറഞ്ഞില്ല എന്നും പറഞ്ഞിട്ട്. അന്ന് ഞാൻ മിസ്സിനോട് 3 പേജ് എഴുതിന്ന് പറഞ്ഞിട്ടേ, അപ്പൊ ഞാൻ നോക്കാണ്ട് പറഞ്ഞോണ്ടാ 3 ആയത്. അപ്പൊ 7 പേജാ എഴുതിയത്. ഗുഡ്. വേറെ എന്തെങ്കിലും ഡൗട്ട്? എല്ലാം വായിക്കാൻ കിട്ടുന്നില്ലേ? തെരേസ വായിച്ച് പറഞ്ഞോളൂ. അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോളൂ. തെരേസ നെറ്റില്ലേ? റേഞ്ച് പ്രോബ്ലം ഉണ്ടോ? വീഡിയോ ഓഫ് ചെയ്താ? പ്ലീസ് ഓൺ യുവർ വീഡിയോ. അവിടെ ഒന്നും കേൾക്കാൻ പറ്റുന്നില്ലോ. റേഞ്ച് ഇല്ലാന്ന് തോന്നുന്നല്ലേ? തെരേസ പറഞ്ഞോളൂ. നമ്മളെ ക്ലിയർ ആവുന്നില്ലല്ലോ. റേഞ്ച് പ്രശ്നമുണ്ടല്ലേ? മോള് മിസ്സിന്റെ വാട്സപ്പിൽ ഒന്ന് സെൻഡ് ചെയ്താൽ മതി എന്താണെന്ന് കേട്ടോ. ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല മോളെ. അമന്ന മുറിഞ്ഞു മുറിഞ്ഞു പോവാ. നോട്ട്ബുക്കിലോട്ട് എഴുതണം. നോട്ട്ബുക്കിൽ എഴുതുന്ന കാര്യം ഒന്ന് പറഞ്ഞുതരാം. ആക്കി മാത്ര അത് എഴുതുക. അവിടെ എഴുതി NB എഴുതിയോ നോട്ട്ബുക്ക്? മനസ്സിലാവില്ലേ?
ഷോർട്ട് ആയിട്ട് അവിടെ എന്താ ചിഹ്നങ്ങൾ എഴുതാണെന്നാ ചോദിക്കുന്നേ? ചിഹ്നങ്ങൾ എഴുതണോ? അത് താഴെ സരള ആണെഴുതി സരള എഴുതിയിട്ട് എഴുതണം. അതിന്റെ താഴെ ചിഹ്നം എഴുതണോ? വേണം. ഓക്കെ. ഫസ്റ്റ് വേണല്ലേ ആ ടീം മാത്രാന്നുള്ളത്. ഇത് കണ്ടോ? ഇത് ഇങ്ങനെ തന്നെ എഴുതണം. ഈ ബോക്സിനകത്തുള്ളത് ഇത് ഇങ്ങനെ തന്നെ എഴുതണം. താഴെയുള്ള ഇത് ജസ്റ്റ് ഒന്ന് എഴുതിയാ മതി. താഴോട്ട് താഴോട്ട് നോട്ട് ബുക്കിലോട്ട് ഇങ്ങനെ ലൈൻ വരയ്ക്കണം. ഇതേപോലെ ഇവിടെ ലൈൻ ഇല്ല. ഈ റോയ്ക്ക് ലൈൻ വരച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് എഴുതുക. പിന്നെ ഏത് എഴുതാൻ പറഞ്ഞത്? താഴത്തെ ലാസ്റ്റ് പടം ഇത് കൂടെ നോട്ട് ബുക്കിലോട്ട് ഒന്ന് എഴുതിയെടുക്കണം. Okay. See you next period. Bye.